KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിന് കെ സുധാകരൻ ചുമതല കൈമാറുന്ന ദൃശ്യങ്ങളാണ്. ഋഷിപാൽ വിവരങ്ങളുമായി. ഋഷിപാൽ, ഇപ്പോൾ കസേര കൈമാറലാണ്. കെ സുധാകരൻ തന്റെ കസേര സണ്ണി ജോസഫിന് കൈമാറുന്നു. അധ്യക്ഷ പദവി ഒഴിഞ്ഞ കെ സുധാകരൻ പുതുതായി ചുമതലയേറ്റെടുക്കുന്ന സണ്ണി ജോസഫിന് ഓഫീസിന്റെ ചുമതല കൈമാറുകയാണ്. ഇപ്പോൾ ഇരിപ്പിടത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും ചേർന്ന സണ്ണി ജോസഫിനെ അവിടെ ചുമതല ഏൽപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും PC വിഷ്ണുനാഥ് അടക്കം ദൃശ്യങ്ങളിൽ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഹൈക്കമാൻഡ് നടത്തി. തൊട്ടു പിന്നാലെ തന്നെ ചുമതലയേൽക്കുന്ന സണ്ണി ജോസഫ് അതിന്റെ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഓഫീസ് KPCC ആസ്ഥാനത്തെ അധ്യക്ഷന്റെ ഓഫീസ് മുറിയിൽ എത്തി അവിടെ ചുമതലയേൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഷാൾ അണിയിച്ച് ആശംസകൾ അറിയിച്ച് ഇപ്പോൾ ഇരിപ്പിടത്തിൽ സണ്ണി ജോസഫ് ഇരിക്കുന്നതാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം ചുമതലയേൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ്. KPCC അധ്യക്ഷ പദവിയിലേക്ക് സണ്ണി ജോസഫ് ചുമതലയേറ്റു കഴിഞ്ഞു. വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലടക്കം UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള പുതിയ നേതൃത്വം സ്വഭാവം പ്രതിപക്ഷ നേതാവിന് കൊടുക്കാൻ പറയാം. പ്രതിപക്ഷ കേരള ടെലിയില്ലേ ഋഷിപാലുണ്ട് വിവരങ്ങളുമായി. ഋഷിപാൽ, ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഔദ്യോഗികമായി തന്നെ കസേര കൈമാറുന്ന ചടങ്ങാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. എല്ലാ നേതാക്കളും സന്നിഹിതരായിരുന്നല്ലോ അല്ലേ? സ്മൃതി, കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന എല്ലാ നേതാക്കളും സന്നിഹിതരായിരുന്നു. വളരെ സന്തോഷത്തോടെ, ആവേശത്തോടെ, പ്രതീക്ഷയോടെയാണ് ഇന്ന് KPCC ആസ്ഥാനത്ത് ഇപ്പോൾ നേതൃത്വത്തിൽ ഇപ്പോൾ അനുഗ്രഹം നൽകുന്ന തലയിൽ തൊട്ട് അനുഗ്രഹിച്ചാണ് ഇപ്പോൾ സണ്ണി ജോസഫിനെ കണ്ണൂരിൽ ഒരുപക്ഷെ കെ സുധാകരന്റെ പിൻഗാമിയായിട്ടാണ് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷ പദവി അന്ന് സണ്ണി ജോസഫ്. ഇപ്പോൾ അതേ സമാനമായി തന്നെ KPCC അധ്യക്ഷ പദവിയിലും പിൻഗാമിയായി സണ്ണി ജോസഫ് ഇപ്പോൾ വൈകാരികമായി തലയിൽ തൊട്ട് അനുഗ്രഹിച്ചാണ് ആ ചുമതല ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാരും എല്ലാവരും ചേർന്ന് മധുരം പങ്കിട്ട് ആ സന്തോഷം, വലിയ ഉത്തരവാദിത്തമാണ്. രണ്ട് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, ആ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പാണ്. മാത്രവുമല്ല, ഇന്നിപ്പോൾ ഈ ചുമതലയേറ്റെടുത്തതിന് ശേഷം നാളെ ദില്ലിയിലേക്ക് എല്ലാ പ്രധാന മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും വിളിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു യോഗം തന്നെ നാളെ ദില്ലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടെ തന്നെ നേതാക്കൾ ദില്ലിക്ക് തിരിക്കുകയും ചെയ്യുന്നുണ്ട്. പുനഃസംഘടന അടക്കം പ്രധാനപ്പെട്ട സംഘടനാ ചുമതലകൾ കൂടി വളരെ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബറിൽ വരാനിരിക്കുന്നു. പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അങ്ങനെ വലിയ ചുമതലയേറ്റെടുത്ത് പുതിയ നേതൃത്വം കേസ് വലിയ ആവേശത്തിലും പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ നേതാക്കളെ അനുഗ്രഹിച്ചത്. പ്രവർത്തകരൊക്കെ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇന്ന്
നേരത്തെ ആസൂത്രണം ചെയ്തത് വ്യത്യസ്തമായി പ്രവർത്തകരുടെ ഒഴുക്കായിരുന്നു എന്ന് KPCC ആസ്ഥാന മന്ദിരാഭവനിലേക്ക് നേതാക്കളെ വലിയ ആവേശത്തോടെയാണ് വരവേറ്റത്. ഇപ്പോൾ KPCCക്ക് പുതിയ നേതൃത്വം